സംസാരിച്ചത്. ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം പെട്ട വിവാദങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണുപിടിച്ചാൽ മതി. അദ്ദേഹത്തിന് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. എനിക്ക് ഈ വിവരങ്ങൾ കൈമാറുന്ന ആൾ വ്യക്തമാക്കുന്ന സൂചനകൾ ശരിയാണെങ്കിൽ 2 ആഴ്ച തുടർച്ചയായി അദ്ദേഹം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനായി. മറ്റാർക്കും അറിയാതെ രഹസ്യമായാണ് അദ്ദേഹം, കോൺഗ്രസിലെ ഒരു നേതാക്കളും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. അതിൽ പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായി ബോധാവസ്ഥയിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഇതിൻ്റെ എഫക്റ്റ് മാറിയിരുന്നു എന്നാണ് ഞാൻ ആദ്യം കൗതുകത്തോടെയാണ് കേട്ടത്. പിന്നീടാണ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പക്ഷെ അന്ന് ഇത് നമുക്ക് ലഭ്യമായിരുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട്. അക്ഷരാർത്ഥത്തിൽ സുധാകരൻ വിശ്വസിക്കുന്ന ഈ കൂടോത്രം കാരണമെന്നാണ്. ഒരു കൂടോത്ര ചികിത്സകൻ കൂടി കൂടെയുണ്ട്, ഉണ്ണിത്താൻ. സ്വാഭാവികമായി വിശ്വാസം ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അവിടെ അത് ഒന്നിൽ വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്നതും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്ക് ഹാനികരമായ പ്രവൃത്തിയായി മാറുമ്പോഴാണ് അത് ദോഷമായി. ആഭിചാരക്രിയ തന്നെയാണ്, ദുർമന്ത്രവാദമാണ് അവിടെ നടക്കുന്നത്. ശ്രീകുമാർ മനയിൽ, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഈ ഇത്തരം ക്രിയകളിലൊന്നും വിശ്വസിക്കാത്ത, അല്ലേ, ആധുനിക കാലത്തെ ഒരു പാർട്ടി, ആധുനിക കാലത്ത് എങ്ങനെയാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൽ പ്രചാരണങ്ങൾ നടത്തുന്ന നേതാക്കളാണ് ഉള്ളത്. അതിനിടെയാണ് കേരളത്തിലെ ഈ നേതാക്കൾ ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അപജയത്തിനൊക്കെ കാരണം ഈ ആഭിചാര ക്രിയകളാണ് എന്ന് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരാളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരം ക്രിയകൾ നടത്തുകയും ചെയ്യുന്നു. എന്താണ് സംസ്ഥാന കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീകുമാർ പനയിൽ. മഞ്ജുഷ, ഇതിനകത്തെ നമ്മൾ ഈ ബാരക് ഒബാമ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥി, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു പോക്കറ്റിൽ ഹനുമാന്റെ ചെറിയ വിഗ്രഹവും വേറൊരു പോക്കറ്റിൽ മാർപ്പാപ്പ മറ്റേ സോളംനെസ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ പൂജിച്ചു കൊടുത്തൊരു കൊന്തയും ഇട്ടാണ് നടന്നിരുന്നതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്ര ലോകത്തിലെ ഏറ്റവും ശക്തനായ അമേരിക്കൻ പ്രസിഡന്റിന് പോലും അരക്ഷിതത്വ ബോധം തോന്നുമ്പോൾ ഇത്തരം ചില മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാരണം ബാരക് ഒബാമയ്ക്കിടയ്ക്ക് പോലും ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും പറയാനുണ്ടോ? കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഈ കൂടോത്രത്തിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷേ ഇവിടെ ഈ അരക്ഷിതത്വ ബോധം എവിടെയുണ്ടോ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ, ഈ കൂടോത്രം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദം തുടങ്ങിയ അശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെ ഇതിനകത്ത് കോൺഗ്രസ് ഒരു വിഷയമായിട്ട് ഇതിന് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ഇതൊരു കോൺഗ്രസ്സിലെ ഒരു ഇഷ്യൂ, ഒരു ഗ്രൂപ്പ് തർക്കമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടല്ല. ഒരുപക്ഷെ സുധാകരനോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധമുള്ള ആരെങ്കിലുമൊക്കെ ഈ മണ്ടത്തിനെ വിശ്വസിച്ച് ഒരുപക്ഷെ ഇനി അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും മന്ദബുദ്ധികൾ ചെയ്തായിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകളോ ഒന്നും അത്രയ്ക്ക് വിഡ്ഢികളാണെന്ന് തോന്നുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് ആളുകളൊന്നും. കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കൂടോത്രം ചെയ്ത് ആരെങ്കിലും അങ്ങനെ നശിപ്പിച്ച് കളയാമെന്നൊക്കെ വിളിച്ച് വയ്ക്കുവാണെങ്കിൽ എത്രയോ നാൾ കോൺഗ്രസിലേക്ക് ഗ്രൂപ്പുകളും തർക്കങ്ങളും തുടങ്ങിയിട്ട് എത്രയോ ദശാബ്ദങ്ങളായി. അപ്പോൾ അവിടെയൊക്കെ ഈ മന്ത്രവാദവും ഇതൊക്കെ ചെയ്തുകൊണ്ട് മറ്റ് ഗ്രൂപ്പുകാരനെ അല്ലെങ്കിൽ മറ്റ് നേതാവിനൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ എളുപ്പത്തിൽ എത്രയോ പെട്ടെന്ന് തന്നെ നടന്നു പോയേ. അതൊന്നുമല്ല, ഏതോ മന്ദബുദ്ധികൾ ഇദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിൽ ചെയ്തതാണ്. അതല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതൃത്വം ഒന്നും അങ്ങനെ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇവരാരും പോകില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ അത്യാവശ്യം നല്ല വിവരവും അറിവും ലോകാവബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് ഏതോ ഈ പറഞ്ഞ അദ്ദേഹത്തോട് വിരോധമുള്ള ഏതോ മന്ദബുദ്ധികൾ മണ്ടന്മാർ ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹം കുടുങ്ങിപ്പോകുമെങ്കിൽ പോകട്ടെ എന്നുള്ള ധാരണയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ. അതല്ലാതെ അതിന് വേറൊരു ഡയമെൻഷൻ കാണേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് വെറും ഒരു കോമഡിയാണ് ഈ സാധനം എന്നൊക്കെ പറയും. തകിട് കുഴിച്ചിടുക അത്തരം കാര്യങ്ങളൊക്കെ വെറും കോമഡിയാണെന്ന് നമുക്കറിയാം. യാതൊരു ശാസ്ത്രീയ അടിത്തറയോ അല്ലെങ്കിൽ യാതൊരു ഫലപ്രാപ്തി ഇല്ലാത്ത വെറും തട്ടിപ്പ് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ തട്ടിപ്പുകളൊക്കെ തട്ടിപ്പുകളിലും ഇത്തരം ഈ പറയുന്ന കോമഡികളൊക്കെ വിശ്വസിക്കണമെങ്കിൽ അത്രയ്ക്ക് ബൗദ്ധിക നിലവാരം താഴ്ന്ന ആളുകളായിരിക്കുമല്ലോ അങ്ങനെ അതിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ അത്യാവശ്യം നല്ല ബൗദ്ധിക നിലവാരത്തിലുള്ളവരാണ്. അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം ബൗദ്ധിക നിലവാരം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാരും ഇത്തരം മണ്ഡലം കാണിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് അദ്ദേഹത്തിനോടുള്ള എതിർപ്പുള്ള വേറെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇവിടെ ഈ കൂടോത്രം കണ്ടെടുക്കുമ്പോൾ തന്നെ അവിടെ സുധാകരന്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കാവുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നു. ഈ ആഭിചാരക്രിയ കൊണ്ടാണ്
തനിക്ക് ഈ ഹാനികളൊക്കെ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇതിൽ വലിയ വിശ്വാസമുള്ളയാളാണ്. ഉണ്ണിത്താനാണ് മുൻകൈ എടുത്ത് ഇവയൊക്കെ കണ്ടെടുക്കുവാൻ ശ്രമിച്ചതും ഇതെല്ലാം കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും. ശ്രീ ഡോക്ടർ B. ജയരാജ്, ഇന്ന് CPM ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. AK ബാലൻ പറയുകയാണ് ഇതൊരു കൊട്ടേഷനാണ്, ഇതൊരു കോൺഗ്രസ് കൊട്ടേഷനാണ്, അതും കടന്നുകൊണ്ട് ഇത് VD സതീശൻ്റെ കൊട്ടേഷനാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ് CPM ചെയ്യുന്നത്. എന്താണ് അത്തരമൊരു ആരോപണത്തിന് പോകാൻ കാരണം? ഇതിനകത്ത് വളരെ കൃത്യമാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ AK ബാലൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, സമയം തരുവാണെങ്കിൽ. മഞ്ജുഷ്, ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 16 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു മോസ്കിലോ കയറിയിട്ടില്ല. അദ്ദേഹത്തിനെ തുടർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ മകൾ പിന്നെ ആ ഒരു ഉപജാപ വൃന്ദത്തിൽ പെട്ടുപോയിട്ട് പിന്നെ സന്യാസിമാരുടെ നഗ്ന സന്യാസിമാരുടെ ചവിട്ട് കൊള്ളാനും പിന്നെ ചന്ദ്രസ്വാമിമാരൊക്കെ തീരുമാനമെടുക്കാനും ഒക്കെ തുടങ്ങി. ക്യാബിനറ്റിൻ്റെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവൊക്കെമായി തുടങ്ങി. അത് പണ്ട് ആളുകൾ പറയും നെഹ്റുവിന് ശേഷം പുസ്തകം വായിക്കുന്ന കോൺഗ്രസ്സുകാർ നിർത്തി. നെഹ്റുവാണ് പുസ്തകം വായിച്ച അവസാനത്തെ കോൺഗ്രസ്സുകാരെന്ന് തമാശയായിട്ട് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രാകൃതമായ ആചാരങ്ങളും, അതിനെ രണ്ട് രീതിയിലാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ. ഒന്ന് ശ്രീകുമാർ സാർ പറഞ്ഞതും പിന്നെ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ ഡെഫിനിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ തകിടും കൂടോത്രം നടത്തിയതിനേക്കാളും ഭയങ്കര കോമഡിയായിട്ട് തോന്നിയത് ഇതാണ്. ഇത് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതേ കലികാലമാ, ഭ്രമയുഗമാ, കലികാലത്തിൻ്റെ അഭിഭ്രംശമാ, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം. ബരാക് ഒബാമ ഹനുമാനെ പോക്കറ്റിൽ കൊണ്ടു നടന്നു. ഇതിനകത്ത് കോൺഗ്രസ്സിന് യാതൊരു ബന്ധവുമില്ല. ഇത് കോൺഗ്രസ് വന്നു നിൽക്കുന്ന അധപ്പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാര ശൂന്യതയുടെ അങ്ങേയറ്റമാണ്. ഇതിൽ കൂടുതൽ തരം താഴാനായിട്ട് ഇനി എന്താണ് കോൺഗ്രസ്സിനുള്ളത്? ഇത്തരത്തിലുള്ള പ്രാകൃതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൂടി എതിരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കാനും. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അഭിചാരം ഒരാൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ ഞാനാണ് ഇന്ന ആൾക്കെതിരെ അഭിചാരം ചെയ്യുന്നതെന്ന് അയാൾ അറിയണം. ആ അറിയുന്നതിനാണ് കൂടുതൽ വിഷമം. കാര്യം എന്തുകൊണ്ട് അയാൾ എനിക്കെതിരെ ഇത് ചെയ്തു, ഞാൻ അയാളോട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ചെയ്തു എന്ന് നമ്മൾ അറിയിച്ചുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നത് അഭിചാരം. എന്നാലേ ഫലപ്രാപ്തി വരത്തുള്ളൂ എന്നാണ് ദുർമന്ത്രവാദികൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. കാട്ടുമാടൻ മനയിലും മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ ഇതിനെക്കുറിച്ച് പഠനം നടത്താനൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില പ്രാകൃത ആചാരങ്ങൾ. ഇത് കേരളം ഇപ്പോഴും ഗോത്ര സമൂഹം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് എന്താണ് ഇവരൊക്കെ പുരോഗമനം പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും യാഥാസ്ഥിതികരായിട്ട് തുടരുന്നത്? എന്തുകൊണ്ടാണ് ഇവർ വലതുപക്ഷത്ത് നിൽക്കുന്നതെന്നൊക്കെ ഇതിൽ വലിയ ഉദാഹരണം പറയാനുണ്ടോ? ഇതൊക്കെയല്ലേ ഇവരുടെ അണികളും ഒക്കെ കണ്ടു പഠിക്കുന്നതും ഇവർ ചെയ്യുന്നത്. ഒരാളെ ഇങ്ങനെ ചെയ്യാം, തകിടും കൂടും കുഴിച്ചിടാം. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കാല് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഓച്ചിറയിൽ കാലിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ണാർശാലയിൽ പോയി കഴിഞ്ഞാൽ ഉരുളി കമത്തിയാൽ കുട്ടികളുണ്ടാവുമെന്നുള്ള അത് വിശ്വാസമാണ്. ആ വിശ്വാസം ഓരോ വ്യക്തികളുടെ വിശ്വാസമാണ്. ഇത് അങ്ങനെയല്ല. ഇത് ദുർമന്ത്രവാദവും അഭിചാര ക്രിയകളുമാണ്. ഇത് അഥർവവേദമാണ് ഇവർ പറയുന്ന ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഹീനമായ മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ. അത് VM സുധീറിൻ്റെ കാര്യത്തിലാണെങ്കിലും കെ സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കുടില ചിന്തകൾ ഏത് രീതിയിലും തൻ്റെ ശത്രുവിനെ തനിക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിൻ്റെ വൈകൃതത്തെയാണ് ഇതെല്ലാം വെളിവാക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ശൈഥില്യമാണിത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശൈഥില്യത്തിനെ പൂർണ്ണമായിട്ട് വെളിവാക്കുന്ന ഇതിൽ കൂടുതൽ പോരടിക്കുക മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള പണികളും കൂടെ ചെയ്യുക. ഇതിനകത്ത് ഡോക്ടർ B. ജയരാജ് പറയുന്നത് ഇപ്പോൾ CPM പറയുന്ന കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന്. പക്ഷെ അങ്ങനെ ഒരു ഇപ്പോൾ ഈ സതീശനെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുക എന്നുള്ളത് അത് വേണ്ട ഒരു കാര്യമാണോ? കാരണം അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് പോരും
വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. 2 പക്ഷവും 3 പക്ഷവും 4 പക്ഷവും ഒക്കെ കാണാറുള്ളതാണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ആഭിചാരക്രിയയൊക്കെ സുധാകരനെതിരെ ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലല്ലോ. ശ്രീ മഞ്ജുഷ്, നമ്മൾ പലതരത്തിലുള്ള ചർച്ചകളിൽ നിരീക്ഷകനായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കൂടോത്ര നിരീക്ഷകൻ എന്ന രീതിയിലത്തേക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ താങ്കൾ ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്, KPCCയുടെ അധ്യക്ഷന്റെ ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒക്കെ നിന്ന് ഇത്തരത്തിൽ ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട ചില ചിഹ്നങ്ങൾ അവിടെ നിന്നൊക്കെ തന്നെ കണ്ടെടുക്കുന്നു. അപ്പോൾ അത് കണ്ടെടുക്കുമ്പോൾ ഇത് ആരാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു ദോഷമുണ്ടാകട്ടെ എന്ന രീതിയിലത്തേക്ക് ആരാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അസംഷനിലേക്കാണ് ആൾക്കാർ പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഭീമൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. പക്ഷേ ശ്രീ VD സതീശൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കരുതാത്തതിന്റെ കാരണം ഈ ആൾക്കാരെ രണ്ടുപേരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. തന്നെയുമല്ല, ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ ഒരാളിനെ അമർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ശ്രീ സതീശൻ എന്ന് എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടുമില്ല. അദ്ദേഹം നല്ല അങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാവ് ഈ രീതിയിലത്തേക്കൊക്കെ ചെയ്യുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതൊക്കെ തന്നെ ഒരു വൈകല്യമാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിൽ വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്, ഇതിനെ പരസ്യമായിട്ട് തള്ളിപ്പറയുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ ആ പരസ്യമായി തള്ളി പറയുന്ന പല ആൾക്കാർക്കും ഇതിൽ രഹസ്യമായിട്ട് വിശ്വാസമുണ്ട് എന്നുള്ളത് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ പുരോഗമനവാദിയാണ്, എനിക്കിതിലൊന്നും തന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ഇതിലൊക്കെ തന്നെ വിശ്വാസമുണ്ട്, ഭയമുണ്ട്, ആധിയുണ്ട്. ഇവരാരും ഈ കൂടോത്രവും ദുർമന്ത്രവാദവും ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ആധിയോടുകൂടി ഉറക്കമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെയുണ്ട്. നമുക്ക് അതല്ലേ സുധാകരനിൽ പ്രകടമായതും. സുധാകരൻ അത് കണ്ടെടുക്കുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനോട് പറയുന്നുണ്ട്, എനിക്ക് തലവേദന വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ ഒരു ചില കാര്യങ്ങളൊന്നും ശരിയായി വരുന്നില്ല. ഇതൊക്കെ പറയുന്നത് സുധാകരൻ അങ്ങ് വിശ്വസിച്ചു പോയി, ഈ കൂടോത്രം കാരണമാണ് തനിക്ക് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന്. അതെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെ നിസ്സാരമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ശ്രീ സുധാകരൻ ഇവിടെ ഏത് പക്ഷത്താണ് എന്നുള്ളതാണ്. അദ്ദേഹം അതിനെ ഗൗരവമായിട്ടാണ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം നേരിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ MP ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. തന്നെയുമല്ല, ഇവരോ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ല ഇത് വന്നെടുക്കുന്നത്. അതെടുക്കുന്ന സമയം ഏതാണ് എന്നുള്ളത് ആ വീഡിയോ ദൃശ്യം കാണുന്ന സമയത്ത് അത് പകലാണോ രാത്രിയാണോ, അപ്പോൾ അതൊരു രഹസ്യ സ്വഭാവത്തിലാണോ അത് എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനെ എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ട് അയാളെ അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടാണ് ഇത് എടുപ്പിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അതിൽ പിന്നീടുണ്ടായിരിക്കുന്ന കോൺവെർസേഷൻസ്, ഇവിടെ ശ്രീകുമാർ പറഞ്ഞത് അത് വളരെ കൗതുകകരമായിട്ടാണ് അവരും അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് സംസാരം കേട്ടാൽ തോന്നുന്നത് എന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതിനെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ കോൺവെർസേഷൻ പോലെ തന്നെയാണ് എനിക്കതിൽ തോന്നിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ടുള്ള ഒരു നാട്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മറ്റൊരാളിനെ നശിപ്പിക്കണമെന്ന രീതിയിലത്തേക്ക് ആഭിചാര പ്രവർത്തികളൊക്കെ തന്നെ ചെയ്യാം എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം ഈ രീതിയിലത്തേക്കൊക്കെ ചിത്രീകരിക്കുകയും അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ കഴിയാതെ അത് സമൂഹത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ ഒരു ഭാഗത്ത് രാഷ്ട്രീയം പറയുന്ന സമയത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ചിന്തയാണ് നമുക്ക് എന്നൊക്കെ പറയും. നമുക്ക് പലപ്പോഴും അറിയാം, ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ സയന്റിഫിക് ടെമ്പറിനെ മുൻനിർത്തി സംസാരിക്കണം, ആർട്ടിക്കിൾ 51AH എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷേ രഹസ്യമായിട്ട് ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം തന്നെ ഇവർക്കുണ്ട്. പിന്നെ ഇതൊരു കോൺഗ്രസ് വിഷയമാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് ഒരു കോൺഗ്രസ് വിഷയമല്ല എന്നാണ്. പക്ഷേ അതും ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അവിടെ ഉള്ള ആൾക്കാർ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമായിരിക്കാം. പക്ഷേ ഇതര രാഷ്ട്രീയ പാർട്ടികളും കൂടി അതിൽ പ്രതികരിച്ചിരിക്കുന്ന സമയത്ത്, നേരത്തെ ശ്രീ AK ബാലന്റെ കാര്യം പറഞ്ഞു,
അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, അത് അവരുടെ ഇന്റേണൽ വിഷയമാണ്, അവർ തമ്മിലുള്ള തർക്കമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ശ്രീ എം വി ഗോവിന്ദനുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇതിനോടകം തന്നെ പ്രതികരണവുമായി വന്നിരിക്കുന്ന സമയത്ത് അതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വിശദീകരിക്കാനായിട്ട് ഈ രണ്ട് നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തമാശയാണ്, ഇത് വളരെ ട്രിവിയൽ ഇഷ്യൂ ആണ്, ഇതിൽ ഒരു സീരിയസ്നെസ് ഇല്ല എന്നാണ് ഈ നേതാക്കന്മാരൊക്കെ കരുതിയിരുന്നത് എങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം ശ്രീ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അദ്ദേഹം വളരെ എലൂസീവായിട്ടാണ് ഇവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് റൈഡർ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് റൈഡർ വെക്കുന്നത്. കാരണം അദ്ദേഹം അറിയാതെ ഷൂട്ട് ചെയ്തതല്ല വിഷ്വൽസ്, അദ്ദേഹം അറിയാതെ അല്ല വിഷ്വൽസ് എടുത്തിരിക്കുന്നു അല്ലേ ഡാൻ? അതെ, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തു ഉണ്ടല്ലോ, സൂം ചെയ്ത് നോക്കാമെന്ന് കൃത്യമായി പറയുന്നത് അദ്ദേഹം തന്നെയാണ്. ഒരു പക്ഷേ ഈ പേര് ആരാണ് എന്ന് വെളിപ്പെടുത്താൻ കഴിയാത്തതിനൊരു കാരണം കണ്ടെത്തുന്നതായിരിക്കാം ഈ കൃത്യമായി ഇത് എവിടെ നിന്നാണ് എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കൃത്യമായി നമുക്ക് നമ്മുടെ സോഴ്സ് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ വെളിപ്പെടുത്തുന്നത് മാധ്യമധർമ്മവുമല്ല. അതുകൊണ്ട് നമുക്ക് ആ വഴിയിലേക്ക് നീങ്ങാനും കഴിയില്ല. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. ഇതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെയാണ്. KPCC പ്രസിഡന്റ് ഇതിന് മറുപടി പറയണം, സമുന്നത നേതാക്കൾ തന്നെ ഇതിന് മറുപടി പറയണം. കാരണം ഇത് കോൺഗ്രസ് ആണ്, പുരോഗമനം അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ആര് ചോദിച്ചാലും ഇതിന് മറുപടി പറയേണ്ടതാണ്. അല്ലാതെ ഒളിച്ചുകളി ഇതിനകത്ത് നടക്കില്ല. ശ്രീ എൻ ശ്രീകുമാർ, അത് നേതാക്കളോട് പറയൂ. മഞ്ജുഷേ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഷീജിത്ത് പണിക്കർ എന്താ പറഞ്ഞത്? അതായത് ഇതിൽ മറ്റേ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ VD സതീശനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ VD സതീശനല്ല, വേറൊരാളാകാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വർത്തമാനമൊക്കെ കൊണ്ടുവന്ന് ഇത് കോൺഗ്രസ് ഒരു പുരോഗമനാശയ പാർട്ടിയല്ല എന്നൊക്കെ പറയാനായിട്ട് ഈ ചർച്ച ഉപകരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിൽ അഭിപ്രായം പറയില്ല, അത് കോൺഗ്രസിൻ്റെ വിഷയമല്ല. ഇത് ആർക്കിപ്പം ആരുടെയെങ്കിലും വീട്ടിലൊരു എന്തെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് എടുക്കുമ്പം അത് ചിത്രീകരിച്ച് 1.5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതിനുശേഷം ഒരു നിമിഷം, അതായത് 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്തു. 15 വർഷം മുമ്പ് നടന്നതായതുകൊണ്ട് അതൊരിക്കലും കൊലപാതകമല്ലാതെയായി മാറുന്നില്ല. അതിൽ അന്വേഷണം നടക്കാതിരിക്കുന്നില്ല. അവിടെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. വെറുതെ അല്ല പ്ലീസ് അതൊന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരണ്ട. 1.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിന് ശേഷം സുധാകരന് ഉന്നതിയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്കിതിൻ്റെ ആ പ്രാകൃത മനസ്സിൻ്റെ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് വെറുതെ നമുക്ക് ചർച്ചയാക്കാമെന്നല്ലാണ്ട് ഇതൊരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കോൺഗ്രസ് ഇതിന് മറുപടി പറയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പത്തനംതിട്ട ഒരു മിനിറ്റ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പത്തനംതിട്ടയിലെ നരബലി അറിയാമല്ലോ. ആ നരബലിയിലെ ഉൾപ്പെട്ട പാർട്ടിയുടെ ഏത് പാർട്ടി പ്രവർത്തകനായിരുന്നു, ഏത് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു? അപ്പോൾ എല്ലാ പാർട്ടികളിലും ഉണ്ട് ഇതല്ല. അപ്പോൾ ഇതൊന്നും ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് മാത്രം ഞാൻ കാണുന്നുള്ളൂ. ഇതൊരു കോൺഗ്രസ് ആയിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, ഏതെങ്കിലും വിശ്വാസത്തെ ഹരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. പക്ഷേ പ്രാകൃതമായ വിശ്വാസത്തെ അംഗീകരിക്കില്ല. ഇവിടെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിട്ട് അന്ധവിശ്വാസത്തിനെതിരെ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുവരാതിരുന്നത്? ഉത്തരവുണ്ടോ? എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്? ആ കൊണ്ടുവരാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ സമൂഹത്തിൽ പല ആളുകൾക്കും പല ചിന്താഗതികളുണ്ട്. അതൊന്നും കൊണ്ടുവരാൻ പെട്ടെന്ന് പറ്റുന്നവരില്ല. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് NCP ഗവൺമെന്റ് അന്ധവിശ്വാസത്തിനെതിരെ ആദ്യം നിയമം പാസ്സാക്കിയത്. കോൺഗ്രസ് നേതാവുണ്ട്, അത് തുറന്നു പറയുകയും ചെയ്യുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ കൂടോത്രത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ആ കൂടോത്രം ഫലിക്കുമോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. മറുപ്രയോഗങ്ങൾ നടത്തുവാനും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ഡാനിനോട് തന്നെയാണ് പറഞ്ഞത്. അതല്ല ശ്രീകുമാർ സാർ, ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കണ്ണൂരിലുള്ള നടാൽ എന്ന സ്ഥലത്താണ് കെ സുധാകരൻ്റെ വീട്. ഈ വീടിന് 8 അടി ഉയരത്തിൽ മതിലുണ്ട്. സദാസമയം CCTV നിരീക്ഷണമുണ്ട്. കേരള പോലീസ് എപ്പോഴും സുരക്ഷ ഒരുക്കുന്ന ഒരു വീട് കൂടിയാണ്. ആ വീടിനുള്ളിലേക്ക് ഏതെങ്കിലും ഒരു CPM-കാരനോ ഏതെങ്കിലും ഒരു BJP-കാരനോ ഏതെങ്കിലും ഒരു NCP-കാരനോ കടന്നു കയറി ആ വീടിൻ്റെ കന്നിമൂലയിൽ തൂമ്പായെടുത്ത് അവിടെ ഇങ്ങനെയൊരു കൂടോത്രം ചെയ്തിട്ട് നിസ്സാരമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു കോൺഗ്രസ് ഏത് നേതാവിൻ്റെ വീട്ടിലും ആർക്കും കടന്നില്ല. ഇതൊക്കെ കൊണ്ടുവരാൻ VM സുധീരൻ്റെ വീട്ടിൽ എങ്ങനെയാണ് കൊണ്ടിട്ടത്?
ഇതൊക്കെ ആർക്കും എന്തുവേണം ചെയ്യാം. അതൊരു വിഷയമല്ലെന്നേ, അത് കോൺഗ്രസിന്റെ വിഷയമല്ല. അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനൊന്നും പോകണ്ട. ഇത് നമുക്ക് വെറുതെ ചർച്ച ചെയ്യാം, കൗതുകമായിട്ട് ചർച്ച ചെയ്യാം, തമാശയായിട്ട് ചർച്ച ചെയ്യാം, തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. ഇല്ല, എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശ്രീമത് സാർ അങ്ങനെ തമാശയായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്നുള്ള കാര്യം. കോൺഗ്രസ് നേതാക്കൾ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. ശ്രീകുമാർ മനയിൽ അങ്ങനെ കൗതുകത്തോടു കൂടി ചർച്ച ചെയ്ത് തമാശയായി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണോ ഈ KPCC പ്രസിഡന്റിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വെളിയിൽ നിന്ന് ആരും കൊണ്ട് ഈ കൂടോത്രം അവിടെ കൊണ്ട് വെക്കുമൊന്നുമില്ല. സുധാകരനെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദുർമന്ത്രവാദവുമായിട്ട്. അപ്പോൾ അത് അത്ര തമാശയായിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ലല്ലോ. മഞ്ജുഷ, നമുക്കിത് കേട്ടാൽ ചിരി വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂടോത്രം എന്ന് പറഞ്ഞ സാധനം ചെയ്താൽ കോൺഗ്രസിൽ അച്ചടക്കം നടപടി ഉണ്ടാവുമോ? ഈ കൂടോത്രം ഒരു ഒഫൻസാണോ, ക്രിമിനൽ ഒഫൻസാണോ അത് കമ്മിറ്റ് ചെയ്താൽ? നമ്മൾ ഈ പറയുന്നത് കേട്ടാത്തൊന്നും ഇത് വലിയൊരു ക്രിമിനൽ ഒഫൻസാണ്, അല്ലെങ്കിൽ പാർട്ടി നടപടി, ഇപ്പോൾ കള്ളക്കടത്ത് നടത്തി, സ്ത്രീ പീഡനം നടത്തി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തി, ക്രിമിനൽ കുറ്റം നടത്തിയ ഒരാൾക്കെതിരെ പാർട്ടി നടപടി എടുക്കുന്ന പോലെ ഏതോ ഒരാൾ ഒരു കുറേ തകട് കൊണ്ട് കുഴിച്ചിട്ടെന്ന് വെച്ചാൽ അയാൾക്കെതിരെ പാർട്ടി അങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം വെച്ചാൽ നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളെ റിപ്പോർട്ടർ പറഞ്ഞല്ലോ 15 വർഷം മുമ്പ് കൊലപാതകം നടന്നു. കൊലപാതകം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ ഒരിടത്തും ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സോ കോൾഡ് കൂടോത്രം, അതൊരു ഒഫൻസ് അല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ ഒഫൻസ് ആക്കാൻ പറ്റുമോ? ഇതൊരു ഒഫൻസ് അല്ല. ഇത് രാഷ്ട്രീയപരമായി നടപടിയെടുക്കേണ്ട ഒരു അച്ചടക്കം അങ്ങനെയോ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട ഒരു നടപടിയല്ല. ഇത് നമ്മൾ പറയുകയാണ്, ഇത് ആരോ കോൺഗ്രസ് നേതാക്കൾ ആരോ കൊണ്ട് അവിടെ കുഴിച്ചിട്ടു. ഏതായാലും കുറേ തകിട് അവിടെ കിടപ്പുണ്ട്. ഇത് ആര് കൊണ്ടേ കുഴിച്ചിട്ടു നമുക്ക് പോലീസ് അന്വേഷിക്കാൻ കഴിയുന്നത്? ആര് കൊണ്ടേ കുഴിച്ചിട്ടു? ഈ കടല കയറി ഇത് കുഴിച്ചിട്ട് വീട്ടിൽ അതിക്രമിച്ച് കയറി ഈ സാധനങ്ങളെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുത്താൽ അന്വേഷിക്കില്ലേ? അതാണ് പറഞ്ഞത്. പരാതി കൊടുത്താൽ അന്വേഷിക്കും. അല്ല ഒരു പറഞ്ഞു തീർക്കട്ടെ. ഇത് പരാതി കൊടുത്താൽ അന്വേഷിക്കും. പക്ഷേ അത് അന്വേഷിച്ചാലേ ഞാനൊരു കാര്യം എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇത് പരാതി കൊടുത്ത് അന്വേഷിച്ചു എന്നിരിക്കട്ടെ, ഈ എന്ത് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? ഒന്നിലും നിങ്ങൾ കണ്ടു, ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ചെയ്തു, അയാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണത്. അല്ല, എതിർപക്ഷത്തുള്ളയാൾ സുധാകരനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് പോരിന്റെ ഭാഗം കൂടിയാണ്. അത് ഗ്രൂപ്പ് പോരാണത്, അതാണ് പറഞ്ഞത്. അല്ലാതെ അത് ക്രിമിനൽ ഒഫൻസ് ആണോ എന്നുള്ളതല്ല. ഞാൻ നാളെ മഞ്ജുഷിനെതിരെ അല്ല, ഇത് കൺസെപ്റ്റ് ഓഫ് മൈൻഡാണ്, ക്രിയേഷൻ ഓഫ് മൈൻഡാണ് ഈ മറ്റേ മന്ത്രവാദം, ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വേറൊരാൾക്ക് ഇത് കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മഞ്ജുഷിനെതിരെ കൂടോത്രം നടത്തിയത് മഞ്ജുഷിനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒരാൾക്കും ഒരിക്കലും തെളിയിക്കാൻ പറ്റും. കാരണം ഇത് നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രേതം എന്ന് പറയില്ലേ, അത് നിങ്ങളുടെ മനസ്സിൽ പ്രേതം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രേതം സത്യമായിരിക്കും. എന്റെ മനസ്സിൽ പ്രേതം ഇല്ലെങ്കിൽ പ്രേതം സത്യമല്ല. ഇതങ്ങനെയല്ല ശ്രീകുമാർ മനയിൽ, ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ്. ഞാൻ കോൺഗ്രസിന്റെ പല നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ അറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആരാണ് ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് എന്ന്. മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ്. അതാണല്ലോ സുധീരൻ പറഞ്ഞത്. സുധീറിന്റെ അടുത്ത് 8 തവണ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്, സുധീറിന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, ഒരു കവിയും മുൻ മന്ത്രിയും ഒക്കെയായ ഒരു കോൺഗ്രസിന്റെ, അദ്ദേഹം രസികനായി സംസാരിക്കുന്നയാളാണ്, അദ്ദേഹം പറഞ്ഞത് കൂടെ നടക്കുന്നയാൾ ചെയ്യുന്നതാണല്ലോ കൂടോത്രം എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇതൊക്കെ പരസ്പരം പറഞ്ഞ് ചിരിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിന്റെ വാല്യൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, കോൺഗ്രസ്സുകാർ അത് ഈ ചിരിപ്പിക്കാതിരുന്നാൽ മതി, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൽ എന്ത് സാമൂഹ്യ മൂല്യം അതിനുള്ളത്? ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാതിരുന്നാൽ മതി. ഡോക്ടർ ബി ജയരാജ്, മറുപടി ശ്രീകുമാർ മനയിലിനുള്ള മറുപടി. പന്തള സുധാകരൻ അത് പറഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതം. കാരണം അറിയാലോ, കേരള രാഷ്ട്രീയത്തിലെ പിടിച്ചു കുലുക്കിയ ഒരു പ്രസംഗം പുത്തരിക്കണ്ട മൈതാനത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്ന് പറഞ്ഞത് ഈ കൂടെ നടന്നവരെ തന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. ആ ചരിത്രം ഉണ്ടല്ലോ, ജൂലിയസ് സീസറിനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ആ പ്രസംഗം കേരളം എങ്ങനെ മറക്കും? ആ പ്രസംഗം കൂടെ നിന്നവരല്ലേ കരുണാകരൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയത്. അതുകൊണ്ടാണ് പന്തളം സുധാകരൻ പറഞ്ഞത് കൂടോത്രം എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവർ ചെയ്യുന്നതാണെന്ന്. എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മാറി ഇപ്പോൾ കൂടോത്തർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയി മാറി അധപ്പതിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നത്. ഇത് തമാശയാണ്. ഇത് എന്താണ്,
ഇത് നിസ്സാരമാണ്, ഇത് കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് കൈകഴുകിയാലും ഈ പ്രവൃത്തികളൊക്കെ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അധപ്പതിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ്. അടിവരയിട്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകളെ കെട്ടിയിറക്കി ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞു, പ്രിയങ്ക ഗാന്ധി വന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ മത്സരിപ്പിച്ചെന്നിരിക്കും. കാര്യം ഇവിടെ എടുത്തു കാണിക്കാൻ നേതാക്കന്മാരില്ലെന്നേ. നേതാക്കളല്ലാത്ത അണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ഇവിടെ തണ്ട നെയ്യാർ ഡാമിൽ അവരുടെ ക്യാമ്പ് നടന്നപ്പോൾ തലയടിച്ചു പൊട്ടി. അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് 18 സീറ്റിൽ വിജയിച്ചല്ലോ. 18 സീറ്റിൽ വിജയിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, തിളങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്, സംസ്ഥാന കോൺഗ്രസ്. അത് വലിയ തിളക്കമായിട്ടൊന്നും തോന്നണ്ടെന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പും അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിയാണെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ലോക്സഭയിലേക്ക് പോകുന്നത്. അപൂർവം ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഇടതുപക്ഷം മുന്നിൽ വന്നിട്ടുള്ളത്. ഒരിക്കൽ 18 സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ 1, 2, 3 സീറ്റാണ് സാധാരണയായി കിട്ടുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒരുമിച്ച് നമ്മൾ കാണേണ്ടുന്ന കാര്യമില്ല. 2019 എങ്ങനെയായിരുന്നു? അതുപോലെ എനിക്ക് പല നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കൂടെ നടക്കുന്നവർ ചെയ്യുന്നതാണല്ലോ കൂടോത്രം എന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് സുധാകരന്റെ കൂടെ തന്നെ, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പന്തളം സുധാകരനാണ് അത് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പന്തളമൊന്നും അല്ല അത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് കവി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ശരി ശരി ശ്രീത്ത് മറുപടി. അല്ല നോക്കൂ, ഇത് അദ്ദേഹത്തിനോട് ശ്രീ കെ സുധാകരനോട് ആക്സസ് ഉള്ള ഒരാളാണ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതുന്നതാണ് യുക്തി. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിലാണെങ്കിലും ഒക്കെ തന്നെ ആക്സസ് ഉള്ള, ആ പറമ്പിലോ വീട്ടിന്റെ പറമ്പിലോ ഒക്കെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആരും സംശയിക്കാത്ത, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സംശയം തോന്നാത്ത, അതിനുള്ള അവകാശ അധികാരങ്ങളൊക്കെ ഉള്ള, അവിടെ ഇതുപോലെ കുഴിച്ചിടാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സ്വാതന്ത്ര്യമുള്ള ആരെങ്കിലും ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. കാരണം വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സുരക്ഷയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ശ്രീ കെ സുധാകരൻ സാധാരണ താമസിക്കുന്നതെന്നാണ്. എന്തോ എന്തെങ്കിലും ചോദിച്ചോ? ശ്രീമർ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരാളെ വിലക്കെടുത്താണെങ്കിലോ? അല്ല, അങ്ങനെ ഒരാളെ വിലക്കെടുത്താലും ഞാൻ പറഞ്ഞത് ആക്സസ് ഉള്ള ഒരാളിന് മാത്രമല്ലേ ഇത് സാധിക്കുകയുള്ളൂ. അല്ലാതെ അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കെ സുധാകരന് പൊതുവെ അദ്ദേഹത്തിന് കുറച്ച് സുരക്ഷയൊക്കെ ഉള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിക്കാറുള്ളത്. എല്ലായ്പ്പോഴും അവിടെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സമയം ചെലവഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാറുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹവുമായി ആക്സസ് ഉള്ള, നേരിട്ട് ഒരാൾ സ്വന്തം താല്പര്യത്താൽ വന്നതാണെങ്കിലും ഒരാളെ വാടകയ്ക്ക് എടുത്തതാണെങ്കിലും അദ്ദേഹവുമായി ആക്സസ് ഉള്ള ഒരാളായിരിക്കാം എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് സാമാന്യമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ ഊഹിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീകുമാർ ഇവിടെ ചോദിക്കുന്നത് പോലെ അല്ല, ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ ഇടണ്ടേ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസ്യൂമിങ് കോൺഗ്രസിൽ തന്നെയുള്ള ആരെങ്കിലും ആണ് അവിടെ ഇട്ടത് എങ്കിൽ, കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസിലുള്ള ആൾക്കാരല്ല അത് ഇട്ടത്, മറ്റുള്ള ആൾക്കാരെയാണ് സസ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ എന്തെങ്കിലും മറുപടി പറയുന്നതിന് റിസർവേഷൻസ് ഒന്നും തന്നെ ശ്രീ സുധാകരനോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോ ഉണ്ടാകേണ്ടതില്ല. അവർക്ക് വേണമെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഒരു ആരോപണമായിട്ട് തന്നെ ഉന്നയിക്കാം. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ അവർ കുറച്ച് റിസർവ്ഡ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സംശയിക്കുക ഈ കോൺഗ്രസിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നു. ഇട്ട മുതലിനെയാണല്ലോ നമ്മൾ ഈ കണ്ടെടുക്കുക. അപ്പൊ ഇട്ടയാളിനും വിശ്വാസമുണ്ട്, എടുത്ത ആളിനും വിശ്വാസമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് 1.5 വർഷം മുൻപത്തേതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം 1.5 വർഷം മുമ്പുള്ളതാണെങ്കിലും അത് ഇപ്പോഴാണ് പുറത്തു വരുന്നത്, ഇപ്പോഴാണ് ആൾക്കാർ അത് കാണുന്നത്. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം ഇവിടെ ഡാൻ, ന്യൂസ് 8ന്റെ ഭാഗമായിട്ടുള്ള ഡാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. കോൺഗ്രസ് പലപ്പോഴും തരാതരം പല കാര്യങ്ങളിലും ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ അരുന്ധതി റോയിയുടെ ഒരു പ്രസംഗം, അവര് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല, ഒരു കാലത്തും അങ്ങനെ ആയിട്ടുമില്ല എന്ന രീതിയിലത്തേക്ക് 2010 മറ്റോ നടത്തിയിരുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ പുറത്ത് ഇപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമാണ്. കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ പോളിസി അനുസരിച്ച് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഇന്ത്യയുടേതല്ല, അത് ഒരു ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പൊ ആ ഒഫൻസിന് പോലും
ഈ 10 കൊല്ലം 14 കൊല്ലം മുമ്പുള്ളതായതുകൊണ്ട് ആക്ഷൻ എടുക്കുന്നത് കടന്ന കൈയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ശ്രീ ശശി തരൂർ. അപ്പോൾ അത് ക്രിമിനൽ ഒഫൻസ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഒരു കൊലപാതകം എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞായാലും അതിൽ കേസെടുക്കാമെന്ന് പറയുന്നത് പോലെ കൊലപാതകത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ പോലും കേസെടുക്കേണ്ട, അല്ലെങ്കിൽ ഈ രീതിയിലത്തേക്ക് കടന്ന കൈയാണ് ആക്ഷൻ എടുക്കുന്നത് എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാരുള്ള ഒരു കാലത്ത് 1.5 കൊല്ലം എന്ന് പറയുന്നത് ഇതേപോലെ ന്യായീകരിച്ചില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ത്വക്കിനോ മറ്റോ കണ്ണിനോ മറ്റോ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം സമീപിച്ചിരുന്ന ഡോക്ടറുടെ പേര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ആ ഡോക്ടറുടെ പേര് എന്തായിരുന്നു ശ്രീ മഞ്ജുഷ്? ഡോക്ടർ മോൻസൺ മൗങ്കൽ എന്നായിരുന്നില്ലേ പേര്? ചികിത്സയ്ക്കാണ് പോയത് എന്നാണ് പറഞ്ഞത്. മറ്റാരെങ്കിലും സമീപിക്കുന്ന ഒരു ഡോക്ടറാണോ എനിക്കറിയില്ല. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ് എന്ന രീതിയിൽ അറിയപ്പെടുന്നയാളാണ്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ തട്ടിപ്പ് അവിടെ അറിയപ്പെടേണ്ടതാണ്, കാണേണ്ടതാണ്. അതിനുള്ള എക്സ്പീരിയൻസ് ശ്രീ സുധാകരനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരുടെ മനോവ്യാപാരങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ നമുക്കറിയില്ല. ഇനി ശ്രീകുമാർ അതിന്റെ അവസാനം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം ഈ ഒരു ഇൻസിഡന്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ മൂല്യം? ആൾക്കാർ ഇത് കേട്ട് ചിരിക്കുകയല്ലേ ഉള്ളൂ, പറഞ്ഞ് ചിരിക്കുകയല്ലേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് ആരാണ് ചിരിക്കുന്നത്? ഇത് കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുകയല്ല. കോൺഗ്രസ്സുകാരെ നോക്കി നാട്ടുകാരാണ് ചിരിക്കുന്നത്, ഇവിടെയുള്ള മാധ്യമങ്ങളാണ് ചിരിക്കുന്നത്, ഭരണപക്ഷമാണ് ചിരിക്കുന്നത്, ഇതര രാഷ്ട്രീയ കക്ഷികളാണ് ചിരിക്കുന്നത്, നിങ്ങൾക്ക് കൂടി വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടി വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ചിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണോ? അപ്പോൾ അത് പറയുന്ന സമയത്ത് നമ്മൾ മറ്റു പല ഉദാഹരണങ്ങളൊക്കെ ചിന്തിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു, ജവഹർലാൽ നെഹ്റു അങ്ങനെ മതവിശ്വാസം ഒന്നുമല്ല. ജൽ ഉഷ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കപ്പൽ, ആ ആദ്യത്തെ കപ്പൽ നീരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഗണപതി ഹോമവും മറ്റു ചടങ്ങുകളും എല്ലാം ഉണ്ട്. ആ ചടങ്ങുകളുടെ എല്ലാം വീഡിയോ റെക്കോർഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ആ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്ന് തന്നെയാണ്. അവിടെ തേങ്ങ അടിക്കുകയും മറ്റു പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ആൾക്കാർ പല രീതികളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഞാനത് തെറ്റാണെന്നല്ല പറയുന്നത്, നേരെ മറിച്ച് ആൾക്കാർക്ക് ദോഷമില്ലാത്ത ഏത് കാര്യവും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അവിടെയുള്ള ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് പോലും സത്യത്തിൽ ശത്രുതാ സംഹാര പൂജയാണ്. നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതെയാക്കുക, ശത്രുവിനെ മിത്രമാക്കുക എന്ന് മാത്രമല്ല, അല്ലാതെ ഇവന്റെ തലയിൽ ഇടുത്തി വെട്ടട്ടെ എന്ന രീതിയിലത്തേക്കൊന്നും അവിടെ എങ്ങും ആരും ഇത്തരത്തിലുള്ള ആഭിചാരം ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഈ ആഭിചാര കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചിന്തിക്കുക, അതിനെ പ്രചരിപ്പിക്കുക, അത് പുറത്തു വരുന്ന സമയത്ത് അതിനെ ഡിസോൺ ചെയ്യാൻ തയ്യാറാകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇലന്തൂരിൽ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട മന്ത്രവാദം കണ്ടു. ഏതോ ഒരു കേഡൽ സമൺ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളെന്തോ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആഭിചാര പ്രവർത്തനങ്ങൾ കണ്ടു. നമ്മൾ ഇതൊക്കെ കേരളത്തിൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പോലും നമ്മളിങ്ങനെ പല കാലങ്ങളിലായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിന്റെ പ്രൊപ്പണൻസ് ഉണ്ട്, ഇതിലേക്ക് വന്ന് വീഴുന്ന ഇരകളുണ്ട്, വിക്ടിമായി പോകുന്ന ഈ രീതിയിലത്തേക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ തെറ്റായിട്ടുള്ള പ്രവണതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയക്കാർ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് വീഡിയോ ദൃശ്യമായിട്ട് ചിത്രീകരിക്കുക, അതിൽ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതായിരിക്കാം പ്രശ്നം ഉണ്ടായത്, മറ്റേതാണ് പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുക. എന്നിട്ട് അവസാനം അത് പുറത്തു വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്തെങ്കിലും മറുപടി പറയുന്നതിന് പകരം അങ്ങോട്ടും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എത്രനാൾ മിണ്ടാതിരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് മിണ്ടിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് MP ഗോവിന്ദന്റെ പ്രതികരണത്തിലും ഉണ്ടായിരുന്നു, AK ബാലന്റെ പ്രതികരണത്തിലും ഉണ്ടായിരുന്നു. ആദ്യം MP ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. അതെങ്ങനെയാ? അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട്. അതല്ലാതിരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ? ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറയുന്നത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ അതിന് കൈക്ക് സുള്ളിലേക്ക് അതിന് തലയുണ്ടായി, തലവരുമ്പോഴൊക്കെ തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണ് ഈ കൂടോത്രം എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത് കേട്ടാ. അത് കന്നിമൂല കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നൊക്കെയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തന്നെ മഹാത്ഭുതമാണെന്നാണ് ചില ആൾ വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ അവരുടെ വിശ്വാസം. ഞാൻ ഈ കൂടോത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു കൂടോത്രവും വരില്ല. CPM-ന് ഒരു കൂടോത്രവും ബാധകമല്ല.
CPM നേതാക്കളുടെ പ്രതികരണം ഇന്നലെ ഉണ്ടായില്ല. ഇന്ന് പക്ഷേ ഡാൻ കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. നിയമസഭ കൂടുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതികരണം പ്രതീക്ഷിച്ചാൽ മതി എന്നാണോ ഇപ്പോൾ? അത്രയും വൈകുന്നതിന് മുമ്പ് തന്നെ പ്രതികരിക്കേണ്ടതിൻ്റെ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോഴും ആകാംക്ഷ നിർത്തുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇത് ചെയ്തതെന്ന്. അവിടെ ആരോപണങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ പല നേതാക്കൾക്കെതിരെയും പറയുന്നു എന്നതിനപ്പുറത്ത് വസ്തുതാപരമായി അത് ഒരാൾ ചെയ്തതാണ് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്ന കാര്യത്തിൽ വൈകാതെ ഒരു വ്യക്തത ഉണ്ടാകാനാണ് സാധ്യത. അതുകൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ മറുപടി പറയാതെ പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി വരും. അത് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇന്നലെ KC വേണുഗോപാൽ, ഇന്ന് രമേശ് ചെന്നിത്തല രണ്ടുപേരും മിണ്ടാതെ പോവുകയായിരുന്നു. സുധാകരൻ ഇന്നലെ തന്നെ അത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് കടന്നു പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം നേരിട്ട് ഈ ശബ്ദം എന്തായാലും തൻ്റെ അല്ല, ഈ കണ്ടെടുത്ത് തൻ്റെ വീട്ടിൽ നിന്നല്ല, ഇതൊന്നും അദ്ദേഹത്തിന് പറയാൻ ഒരു സ്പേസേ അതിനകത്തില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറയുകയും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരില്ലേ? അതായത് ഇതിൽ നിർണായകമായത് ആ ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ അതിലെ ശബ്ദമാണ്. കാരണം ആ ദൃശ്യങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അത് എവിടെയോ നടന്ന സംഭവമായിട്ട് വ്യാഖ്യാനിക്കാമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ശബ്ദമാണ് അവരെ കൃത്യമായി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ ഡാൻ, ഇത് ആ ഒളിച്ചിരിക്കുന്നവരെ പുറത്ത് ചാടിക്കുവാനുള്ള തന്ത്രപരമായ നീക്കമായിട്ടും കാണാമല്ലോ. സ്വാഭാവികമായി ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് അത് പുറത്തു വരാനുള്ള സാധ്യതകളിലേക്ക് ചർച്ചകൾ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അത്തരം ഒരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ ഇരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക്. കേരളം ഞെട്ടാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുവാനുണ്ട്. ഈ കൂടോത്ര പ്രയോഗത്തിൽ പല നേതാക്കളും മുന്നിലാണ് കേരളത്തിൽ എന്ന കാര്യം സംശയമില്ല. രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ ബൈറ്റ് അത് റെഡിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഡാനുമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചതാണ്. ഉണ്ണിത്താൻ്റെ ആ ബൈറ്റ് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്നാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. കൂടോത്രം ഫലിക്കുമോ? ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഫലിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവർത്തികൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 1,00,000 ഇരിക്കില്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവർത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. സൽപ്രവർത്തി ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയെന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ പറയുന്നില്ല. ശ്രീത്ത്, ഉണ്ണിത്താൻ കുറച്ച് നാളായിട്ട് തിരക്കിലായിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ക്രിയകൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഉണ്ണിത്താൻ ഒരു കാര്യത്തിൽ എക്സ്പെർട്ടാണ്, ഇത് കണ്ടെത്തി നശിപ്പിക്കുവാൻ. അദ്ദേഹം ഒരു ആചാര്യനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ? അതായത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് ഈ എതിരായിട്ട് ചെയ്യുന്നവരെ മന്ത്രവാദിയെന്നും അതിനെ ഈ നമ്മളെ ഹാക്കർ, എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്ന പോലെ ഈ ആഭിചാരം ചെയ്യുന്നത് ദുർമന്ത്രവാദിയും അത് തകർത്ത് കളയുന്ന ആളെ കൃത്യമായി അവർ ഈ ആചാര്യൻ എന്ന് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്നോട് അദ്ദേഹം ഈ ഓഫ് റെക്കോർഡിൽ ചില പേരുകൾ പറഞ്ഞിരുന്നു. ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. കൃത്യമായി വിശ്വാസമില്ലാതിരുന്ന ആളുകളെ താൻ വ്യക്തമായി തെളിയിച്ച് കാണിച്ചു. കൂടോത്രത്തിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നോട് ഈ അതിനകത്ത് ഈ ഉണ്ണിത്താൻ അങ്ങോട്ട് കൂടോത്രം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് നശിപ്പിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായി ഈ കാസർഗോഡ് നടന്ന കൂടോത്രത്തെ അദ്ദേഹം എങ്ങനെയാണ് പ്രതിരോധിച്ചത് അതിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ആളുകളുടെ പേരുകളടക്കമാണ് അദ്ദേഹം എന്നോട് ഓഫ് റെക്കോർഡിൽ നിന്ന് വെളിപ്പെടുത്തിയത്. വെറുതെ അല്ല കോൺഗ്രസ് നേതാക്കളെ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുമെന്ന് പറയുന്നത്.
ഡോക്ടർ ബി ജയരാജനൊക്കെ ഇപ്പോൾ ചിരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കൂടി. ശ്രീജിത്ത് പണിക്കർ, ഈ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ എന്തിനാണ് ഈ അമിത താല്പര്യം എടുക്കുന്നത് എന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? അല്ലേ, നോക്കൂ, ഇല്ലേ, അല്പം മുമ്പ് ശ്രീ ഉണ്ണിത്താനും ശ്രീ ബാലകൃഷ്ണൻ പെരിയയുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്തും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിശ്വാസിയാണ് എന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു വിശ്വാസി കൂടിയാണ് എന്ന രീതിയിലത്തേക്കുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. ഇന്നിപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മുമ്പ് പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ ബാലകൃഷ്ണൻ പെരിയ തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ നെറ്റിക്കുണ്ടായിരുന്ന കുറി അദ്ദേഹം വേണ്ട എന്ന് വെച്ചത് എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില പരാമർശങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിലുള്ളത് എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. ഒരുപക്ഷെ കൂടോത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ നൽകുന്ന ഒരു കൺസൾട്ടന്റ് ആയിരിക്കാം അദ്ദേഹം. കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ വാക്കുകളിൽ അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെങ്കിലും ഇതേപോലെ തന്നെയൊക്കെ പറയുകയും മറ്റുള്ള ഇന്ന ആൾക്കാരെ ഞാനത് ബോധിപ്പിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരെ അടക്കം ഞാനത് ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ക്ലെയിം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാനായിട്ട് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത ഒരു നേതാവ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അതിലൊരു എക്സ്പേർട്ട് ആയതുകൊണ്ടായിരിക്കാം, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടെ കൂട്ടിയതായിരിക്കാം. പക്ഷേ എങ്കിലും ഒരു കാര്യം അഭിനന്ദിക്കാതെ തരമില്ല. കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്ക് കൂടോത്രത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കി മാറ്റുന്നതിൽ ഇവരൊക്കെ തന്നെ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് നിസ്തുലമാണ്. ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ചോദിച്ചു, ഇതുകൊണ്ട് എന്താണ് രാഷ്ട്രീയ മൂല്യം, രാഷ്ട്രീയ സന്ദേശം? ഇത് തന്നെയാണ്. അതായത് 2 തവണയായിട്ട് തുടർച്ചയായിട്ട് കാസർഗോഡുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന അവരുടെ ഒരു MP ആണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ഇതിനെ ബോധിപ്പിക്കാനായിട്ട് തയ്യാറാണ്, നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ഞാനത് ബോധിപ്പിച്ചു തരാം, പലർക്കും ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ തട്ടിപ്പുകാരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിനെ ആൾക്കാർ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് അദ്ദേഹത്തിനെ MP ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ പരസ്യമായിട്ട് ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ഫോർ റിയൽ എന്ന രീതിയിലത്തേക്ക് ഒരു എൻഡോഴ്സ്മെന്റ് തരുമ്പോൾ ഇതിന്റെ മറവിൽ ഇതിനെ ഒരു വലിയ ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്ന എത്രയോ ആൾക്കാരായിരിക്കും സന്തോഷിക്കുക എന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമ്മളിതിപ്പോൾ ഒരു ഈശ്വര വിശ്വാസവുമായിട്ടോ ഒരു ദൈവവിശ്വാസവുമായിട്ടോ ഒരു ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു വഴിപാടുമായി ബന്ധപ്പെട്ട കാര്യമോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നേരെ മറിച്ച് ആഭിചാരം, കൂടോത്രം എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കണ്ടാൽ ചിരിച്ചു കാണിക്കുന്ന എത്രയോ ആൾക്കാർ അല്ലാതെ തന്നെ മനസ്സുകൊണ്ടെങ്കിലും പ്രാഗിക്കൊണ്ട് കടിച്ചു കീറുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല മാർഗമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു എൻഡോഴ്സ്മെന്റ് എന്ന രീതിയിൽ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നൊരു എൻഡോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഒരു വലയത്തിലേക്ക് എത്തിപ്പെടുന്നതിനും അവരുടെ വലയിൽ വീഴുന്നതിനും ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ നശിച്ചു പോകുന്നതിനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇവരെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയം പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ സോഷ്യൽ കണ്ടക്ട് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നയാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിൽ ചോദിക്കാം, എന്തിനാണ് ഇവരുടെ പേഴ്സണൽ വിശ്വാസം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന്. അത് നമ്മൾ ഇന്ന് പറയുന്ന പുരോഗമന ആശയങ്ങളുമായി ചേർന്ന് പോകാത്തത് കൊണ്ടും ആധുനിക സമൂഹത്തിൽ പോലും അതിന്റെ തെറ്റായിട്ടുള്ള അംശങ്ങളുണ്ട്. അതുകൊണ്ട് നിരവധി ആൾക്കാർ, അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് അവരുടെ മാനമായിരിക്കാം നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്ക് വരുന്നത്, പല ആൾക്കാർക്കും അവരുടെ പണവും വീടും ഒക്കെ തന്നെയായിരിക്കാം നഷ്ടപ്പെടുന്നത്, കുറേയധികം ആൾക്കാർക്ക് അവരുടെ ജീവനും നഷ്ടപ്പെടുന്നു. ആ രീതിയിലത്തേക്കൊക്കെ ഇതിനെ ദുരുപയോഗിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുള്ളപ്പോൾ ഇതിന് പാസീവായിട്ട് പോലും ഒരു എൻഡോഴ്സ്മെന്റ് നൽകുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൈമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചർച്ച അവസാനിപ്പിക്കുകയാണ്. അത് മാത്രം ഒരു ജനപ്രതിനിധി തന്നെയാണ് ഇത് എൻഡോഴ്സ് ചെയ്യുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. പിന്നെ ഒരു കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരു ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുക, അത് സമൂഹത്തോട് തുറന്നു പറയുക എന്നുള്ളതേ ഉള്ളൂ. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും കേരളം തന്നെ ഞെട്ടിവിറച്ച ചില കാര്യങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡാൻ കുര്യൻ ന്യൂസ് 18ലൂടെ റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിലും ഇതിന്റെ മറ്റ് കഥകൾ കൂടി പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയും ആണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, കെ സുധാകരനെതിരെ കോൺഗ്രസിന്റെ കൊട്ടേഷൻ എന്ന് CPM യോജിക്കുന്നുണ്ടോ?
ഉണ്ടെന്ന് 35% പ്രേക്ഷകർ മാത്രം, ഇല്ല എന്ന് 61%, നിഷ്പക്ഷം 4%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.